ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തുവിനെ മാമോദീസ മുക്കുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകനും ബഹുജനവും കേൾക്കെ ആകാശത്ത് നിന്നൊരു അശരീരി ഉണ്ടായിരുന്ന ബൈബിള്. അതുപോലെ ഇന്ന് കാട്ടാക്കട ഉച്ചപ്രഭാഷണം നടത്തിയിട്ട് മോദിജി ഇറങ്ങുമ്പോൾ ഓരോ മനുഷ്യഹൃദയങ്ങളിലും ആ അശരീരി മന്ത്രിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇവനാണ് ഭാരതത്തിൻ്റെ പ്രിയപുത്രൻ, ഇവനാണ് നമ്മുടെ നേതാവ്, നമ്മുടെ രക്ഷകനെന്ന്. മോദിജിയെ ഇന്നാണ് ഞാൻ പ്രധാനമന്ത്രിയായിട്ട് അതിൻ്റെ 100% വാല്യൂവിൽ സത്യമായിട്ടും എടുക്കുന്നത്. അന്നേ ആരാധനാഭാവമാണ്. 1370 എപ്പിസോഡ് അദ്ദേഹത്തിന് വേണ്ടി സ്തുതിപാടാനായിട്ട് മാത്രം ഞാൻ ഉണ്ടാക്കി. യൂട്യൂബുകാർക്ക് ഇത് അധികം പറ്റാതെ കണ്ടുകൊണ്ട് അവർ ടെർമിനേറ്റ് ചെയ്ത് തന്നെ വീണ്ടും രണ്ടാമത് തുടങ്ങിയ ചാനലാണ് ഇപ്പോൾ എൻ്റേത്. എന്തായാലും ഞാൻ കണ്ട കാര്യം നിങ്ങളോട് പറയുക. 62 ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കാനും കാണാനും പഠിക്കാനും അവസരം ദൈവം എനിക്ക് തന്നു. ആ പശ്ചാത്തലത്തിൽ അറിവിൻ്റെ ഫ്ലാഷ് ബാക്കിൽ ഞാൻ പറയുന്നു, ഈ ബുള്ളറ്റ് ട്രെയിനൊന്നും വലിയ കാര്യമൊന്നുമല്ല. അത് വികസിത രാജ്യങ്ങളിലെല്ലാം ഉണ്ടാക്കേണ്ടതാണ് അതാത് സർക്കാരുകൾ. ഇവിടെ കോൺഗ്രസ്സിന് അതിന് സമയം കിട്ടാതെ പോയി. ഇവിടെ തമ്മിലടിയും വഴക്കും, ആര് നേതാവാണോ, നെഹ്റുവിൻ്റെ തിണ്ണയ്ക്കിരുന്നായാലും എന്തൊക്കെ തെമ്മാടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കാണിക്കാം. ലല്ലു പ്രസാദ് ആയാലും മറ്റവനായാലും മക്കൾ രാഷ്ട്രീയവും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നെഹ്റു കുടുംബത്തിൻ്റെ മക്കൾ രാഷ്ട്രീയം ഓരോ വീട്ടിലും വളർത്താൻ വേണ്ടി തന്തമാർ എന്തെല്ലാം കുശാഗ്രബുദ്ധിയും എത്ര പാർട്ടി മാറിയും എന്നൊക്കെ നിങ്ങൾക്കറിയാം, പേരെടുത്ത് പറയുന്നില്ല. ഈ മക്കൾ രാഷ്ട്രീയത്തിനും ഈ കുന്നായ്മയ്ക്കും എല്ലാം അറുതി വരുത്തി ഒരു നേതാവിനെ ആദ്യം ഉണ്ടെങ്കിൽ കിട്ടുന്നത് ശ്രീ മോദിജിയാണ്. മോദിജിയാണ് പറഞ്ഞത്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കെയർ ഓഫിൽ ആയിരക്കണക്കിന് പാവങ്ങളുടെ കണ്ണുനീര് വഴുത്തിയ ഈ സർക്കാർ കുറ്റക്കാരനാ, നുണ പറയുന്നവനാ നിൻ്റെ ഭരണാധികാരി, അവനെയും കുടുംബത്തെയും ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഉടനെ ഇവിടുത്തെ കുറേ ചന്തി കൊണ്ട് ചിന്തിക്കുന്നവന്മാർ പറയും, പിന്നെ ഇയാൾ ഒലത്തി, ഞങ്ങൾ വോട്ട് തന്നിട്ട് വേണമല്ലോ ഇയാൾ ഒലത്താനെന്ന്. ഇടാ പൊന്നുമുത്തേ, നിൻ്റെ വോട്ടേ അതിന് വേണ്ട. മോദിജിക്ക് കേരളം ഭരിക്കാനും ഇന്ത്യ ഭരിക്കാനും നിൻ്റെ വോട്ട് വേണ്ട മുത്തേ. അതാ ഞാൻ പറഞ്ഞത്, നീ വോട്ട് കൊടുക്കരുത് മോദിജിക്ക്. നിൻ്റെ 20 മെമ്പേഴ്സിനെ അങ്ങോട്ട് വിടരുത്, വേറെ ഏതെങ്കിലും അയച്ചു. സോ വാട്ട്? മോദി തന്നെ അടുത്ത പ്രധാനമന്ത്രി. മോദിജി വാക്ക് മാറ്റത്തില്ല, നല്ല തന്തയ്ക്ക് പറഞ്ഞവനാ. അമ്മയെ കണ്ടാൽ അറിയാം എൻ്റെ തന്ത ഞാനാണ് ഇന്നാരാണെന്ന് ചുണവഴി പറയാൻ കൊള്ളുന്ന ഭാരതീയപുത്രനാണ്. എത്ര പേർ കൊക്കും എന്നുള്ളത് സ്വയം ചിന്തിച്ചാൽ ഞാൻ ആരെയും കളിയാക്കുകയല്ല. എന്നിരുന്നാലും മോദിജി പറഞ്ഞു, ഞാൻ ഇവരെ ശിക്ഷിക്കാതെ വിടുകയില്ല, കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചിരിക്കും, ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തന്നിരിക്കും, നിങ്ങൾ കണ്ട് വ്യാകുലപ്പെടണ്ട. അതെല്ലാം രാജതന്ത്രത്തിലുള്ള ടെക്നോളജിയാണ്. കൂടെ കെട്ടിപ്പിടിച്ചെന്നിരിക്കും, ഫോട്ടോ എടുത്തെന്നിരിക്കും, സെൽഫി എടുത്തെന്നിരിക്കും, അതെല്ലാം പൊളിറ്റിക്കൽ ഗിമ്മിക്സാണ്. പക്ഷേ പണി കൊടുക്കേണ്ടപ്പം പണി കൊടുത്തിരിക്കും. പണി കിട്ടാതിരിക്കാൻ അവനവനവൻ്റെ കർമ്മത്തിൽ സത്യസന്ധത വേണം. സത്യമേവ ചെയ്തേ എന്നുള്ള നാട്ടിലല്ലയോ കയറി ദൈവം ഇല്ലേലും സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാനെന്നുള്ള ഈഗോയുടെ മണ്ടയ്ക്കാണ് നീ സത്യപ്രതിജ്ഞ ചെയ്തേലും നീ എന്നത് പറയുന്നത് സത്യത്തിൻ്റെ അംശമാണെന്നുള്ള അറിവ് നിനക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കള്ളത്തരം ചെയ്തത്. അതിലും ഭയങ്കരമാണ്, കുറേ കാശ് മോഷ്ടിച്ചത് തന്നല്ല, അടുത്ത തലമുറയുടെ സംസ്കാരത്തെ ഇല്ലാതാക്കി അവരെ മനോരോഗികളാക്കാൻ നർക്കോട്ടിസം വിദ്യാഭ്യാസ തലത്ത് അങ്ങ് മീശ കുരുക്കുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. കലിഞ്ഞൂർ പള്ളിക്കുടത്തി വരെ ഹൈസ്കൂളിൽ വരെ എല്ലാ സൂത്രവട്ടിയും ഇവിടെ വിൽക്കുന്നെന്നാണ് നാട്ടുമ്പുറത്തുകാർ പറയുന്നത്. വീട്ടിൽ കയറി തള്ളെ തല്ലുക കൊച്ചു പിള്ളേർ മീശ കുരുക്കുന്നതിന് മുമ്പേ. തന്തയോട് തെമ്മാടിത്തം പറയുക പിള്ളേർ, തന്ത ഏതാ തള്ള ഏതാ എങ്ങനെ പെരുമാറണം എന്നുള്ള സംസ്കാരമാണ്, സംസ്കൃതിയാണ് ഇവിടെ ഇല്ലാതാക്കിയത്. അതാ ഏറ്റവും വലിയ കുറ്റം. കുറേ പണം മോട്ടിച്ചു, കുറേ സ്വർണ്ണക്കടത്ത് നടത്തി, കള്ളക്കടത്ത് നടത്തി. അതൊന്നും ഒരു ജനതയ്ക്കൊന്നുമില്ല. അത് നാളെ എത്ര പേര് നമ്മുടെ ലൂട്ട് ചെയ്തുകൊണ്ട് പോയതാ. ഇവിടെ വന്നവനൊക്കെ മതം മാറ്റാനായാലും മറ്റേ മാറ്റാനായാലും വന്നവനെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലയോ. കുരുമുളക് വാങ്ങിക്കാൻ വന്ന ചറ്റ സഹിതം ഇവിടുത്തെ സർവ്വതും അടിച്ചുകൊണ്ട് പോയില്ലയോ, കോകുനൂർ കൊണ്ട് പോയില്ലയോ.
ഇന്ത്യക്ക് എന്താ പറ്റി? ഒന്നും പറ്റത്തില്ല. തന്നത് മോട്ടിച്ചുകൊണ്ട് പോകുമ്പം വീണ്ടും ദൈവം ഇവിടെ തരുന്നുണ്ട്, ഒരു കുഴപ്പവും ഇവിടെ ഇല്ല. പക്ഷേ സംസ്കാരം അതല്ല. സനാതന ധർമ്മബോധം പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസ്സാണ് ഇവിടെ ശപിക്കപ്പെട്ടത്. അവൻ ഇല്ലാതാവണം. അവനെ ഇല്ലാതാക്കാൻ കാട്ടുകള്ളനെ കൂട്ടുപിടിച്ച മോദിജിയോട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല നീരസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറേ കാലമായിട്ട് ഞാൻ എപ്പിസോഡുകളൊക്കെ ചെയ്യാതിരുന്നത്. സത്യം പറഞ്ഞാൽ പിടിച്ച് അകത്താക്കും, അല്ലേ 51 വെട്ടും. എന്തിനാ വയസ്സുകാലത്ത് വീട്ടിൽ കിടന്ന് ചത്തോളാം, ചെറിയ ആത്മാരോഗം ഉണ്ട് താനും, എന്തിനാന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം എനിക്ക് മിണ്ടാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഭാരതമാതാവ് ഓരോ മാനവഹൃദയങ്ങളുടെയും ചെവി മന്ത്രിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഞങ്ങൾ ഭാരതമാതാവിൻ്റെ ഭാഗമല്ല, ഞങ്ങളങ്ങ് ആ മറ്റേതിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന കുറേ മേലാന്മാരിവിടുണ്ട്. അവർ വോട്ട് കൊടുക്കരുത്. അവരുടെ വോട്ടില്ലാതെ തന്നെ മോദിജി ഇതെല്ലാം ചെയ്തോളും. മോദിജിക്ക് ബാക്കി ഇന്ത്യൻ ജനത പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കേരളമേ ഒരൊറ്റ MP വിടണ്ട. എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയും എല്ലാവരും തോറ്റോട്ടെ. സുരേഷ് ഗോപി ഞാനും കൂടെ പൈലറ്റ്സിൽ ഒന്നിച്ച് അഭിനയിച്ച് ഞാൻ പാട്ടെഴുതാൻ പോയതാണ്. എൻ്റെ പാട്ട് ഇഷ്ടമായിരുന്നു. സുരേഷ് ഗോപിക്ക് അത് പാടണമായിരുന്നു. സുരേഷ് ഗോപി തന്നെ അഭിനയിച്ച രംഗം എനിക്ക് സങ്കടമുണ്ട് ഇതൊക്കെ പറയുമ്പം. എങ്കിലും കേരളത്തിൽ നിന്ന് ഒരു MP പോലും നിങ്ങൾ കൊടുക്കരുത് മോദിജിയെ സപ്പോർട്ട് ചെയ്യാൻ. കാരണം എന്താ അറിയാമോ? നിങ്ങളിൽ നന്മയുണ്ടെന്ന് അറിയാതെ ആ മനുഷ്യൻ തെറ്റിദ്ധരിച്ചെങ്കിലോ നിങ്ങളിൽ നന്മയില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കുടിയേറി പറത്ത സാത്താൻ്റെ സന്തതികളാണ് നമ്മൾ. സാത്താൻ്റെ പാരമ്പര്യമാണ് നമുക്ക്. അതുകൊണ്ട് സാത്താൻ്റെ സംസ്കാരമാണ് നമുക്ക്. മാതാപിതാ ഗുരു ദൈവം എന്ന് അപ്പനായിട്ട് പോലും 22 വയസ്സുള്ള കൊച്ചൻ്റെ അപ്പനായിട്ട് പോലും അറിയാത്ത മക്കളാ. 16 വയസ്സായി, 22 വയസ്സായി മക്കൾക്ക്. എങ്കിൽപ്പോലും അപ്പനാരാണെന്ന സത്യം അറിയാത്ത അപ്പന്മാരാ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് സാത്താൻ്റെ സന്തതികളാ. സംസ്കാരമാണ് നമുക്കില്ലാതാക്കിയത് കാലമല്ല നെഹ്റു കുടുംബം. ഇതോർക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നേ. നുണ പറയുന്ന ഒരുത്തനാ നമ്മളെ ഇത്രയും നാൾ ഭരിച്ചതെന്ന് ഇന്ന് കാട്ടാക്കട എൻ്റെ മോദിജി പബ്ലിക്കായിട്ട് വിളിച്ചു കൂവിയപ്പം ഞാൻ നെഞ്ചത്ത് കൈവച്ചു പോയി. ഓ, എൻ്റെ അരക്ഷിതാവസ്ഥയെ ഒരു കള്ളനായ എന്നെ ഇത്രയും നാൾ ഭരിച്ചതെന്ന്. അയ്യോ, ഞാൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവൻ്റെയൊക്കെ ഭരണത്തെ കീഴിൽ വരാതെ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്കിലും എന്നെ കേൾക്കുന്ന ജനമേ, നിങ്ങൾ അവന് വീണ്ടും വോട്ട് കൊടുക്കണം. അവൻ തന്നെ ഇവിടെ ഭരിക്കണം. ഭരിക്കാൻ കാലം സമ്മതിക്കത്തില്ല. അണ്ണൻ്റെ കർമ്മഫലം കാർന്നു തിന്നും. ഇത് സത്യം. അദ്ദേഹം കയറുന്നതിന് മുമ്പേ ഞാൻ നച്ചല് പറഞ്ഞതാണ്. കേറ്റിക്കൂ, പക്ഷേ അടിയും കൊണ്ട് പുളിയും കുടിച്ച് ഇറങ്ങൂ. കയ്യിലിരിപ്പതാ കർമ്മഫലം. അതാണ് രാമായണ വൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഇതിവൃത്തത്തിൻ്റെ ഏക സെൻസ്. സപ്തർഷികളാ രത്നാകരനോട് പറഞ്ഞത്, ഇങ്ങനൊരു പരിപാടികളുണ്ട് മോനെ, കർമ്മഫലം. വൈ ഷുഡ് ഐ മൂഞ്ച്, യു മൂഞ്ച്. കേട്ടതിന് നന്ദി.